ദിലീപിനെ എതിർക്കുന്നവരെയൊക്കെ തീർത്ത് കളയും. ആരൊക്കെ ദിലീപിനെ എതിർക്കുന്നോ അവരെയൊക്കെ ആസിഡ് ഒഴിച്ചും വെടിവെച്ചും അല്ലെങ്കിൽ വീട്ടിൽ കയറി വെട്ടിയൊക്കെ തീർക്കുമെന്ന് ഭീഷണി എവിടെ നിന്നും അറിയില്ല. സൗദി, അമേരിക്ക, ലണ്ടൻ, യൂറോപ്പ്, കുവൈറ്റ്, ജോർദാൻ, അങ്ങനെ നമ്മൾ ഇന്നേതുവരെ കേൾക്കാത്ത എത്തോപ്യ, അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നാണ് കോളുകൾ വരുന്നത്. നീ ദിലീപിനെ പറയുന്നോടി എന്ന് പറഞ്ഞാണ് കോള് വരുന്നത്. നമ്പറൊന്നുമില്ല, ഓൺലൈൻ കോളാണ്. ആ കോള് വച്ച് തീരുമ്പം തന്നെ അടുത്ത കോളുകൾ ഇങ്ങനെ വിദേശത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ടാർഗറ്റ് മുഴുവൻ ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മി ആസിഡ് ഒഴിച്ച് കൊന്നുകളയും. എന്നിട്ട് ഭാഗ്യലക്ഷ്മി പറയുന്നത് എനിക്ക് സൈബറിലൊന്നും വിശ്വാസമില്ല, സൈബർ പോലീസ് ഒന്നും ശക്തമല്ല, നിയമം ഒന്നും ശക്തമല്ല, പിണറായിക്കിട്ട് കുത്തി. ഈ ഭാഗ്യലക്ഷ്മിയുടെ ഈ അമ്മായിക്ക് അവസാനം വ്യാഴം തെളിഞ്ഞെന്നാ തോന്നുന്നത്. പറയത്തില്ലേ, അത് 67 വയസ്സുണ്ട്. ഈ അവസാന നിമിഷം ഇങ്ങനെ ഇത്രയും ഒരു നീതി നടപ്പാക്കാൻ വേണ്ടി അമ്മായി നിൽക്കുമല്ലേ. അപ്പം അമ്മായി പറഞ്ഞ് ഇപ്പം എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു. ആസിഡ് ഒഴിക്കുന്നത് എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ അറിയാൻ വയ്യാത്ത നമ്പർ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് പല പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഒരു ആക്ഷേപം കൊടുത്തു, അതും എടുത്തിട്ടില്ല. ഇവിടുത്തെ സൈബർ സിസ്റ്റം ഒക്കെ ശരിയല്ല, മൊത്തത്തിൽ സിസ്റ്റം കംപ്ലൈൻറ്റാണ്. ഭാഗ്യലക്ഷ്മിയുടെ അല്ല, അതെനിക്കറിയത്തില്ല. ഈ നമ്മുടെ ഈ പോലീസ്, കോടതി, നമ്മുടെ സിസ്റ്റങ്ങൾ മൊത്തം കംപ്ലൈൻ്റ് ആണല്ലോ. അപ്പം അതാണല്ലോ ഇവര് ഈ ദിലീപിന് എതിരെ പറഞ്ഞതല്ലല്ലോ. ഈ സ്ത്രീ, ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മറപറ്റി അവരുടെ താല്പര്യം നടക്കാതെ വന്നപ്പോൾ, അവരുടെ ആവശ്യം നടക്കാതെ വന്നപ്പോൾ, ഇതിൻ്റെ പുറകിൽ ഒരു വലിയ മാഫിയ എന്ന് ലോകം സംശയിക്കുമ്പോൾ, അത് മട്ടാഞ്ചേരി മാഫിയ, അതിനെ ഏറ്റവും അവസാനം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ, അത് ലോകമൊത്തം ഇതുപോലെ മാഫിയ പ്രവർത്തനവും ഇന്ത്യയെ തകർക്കാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യം തകർക്കാനും ഇവിടുത്തെ കോടതിയെയും അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെയും ഒക്കെ തകർക്കാൻ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നിൽക്കുന്നേ. വ്യക്തത വരുത്തി പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അത് വ്യക്തത വരുത്തി പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ തന്നെ. ഇവർ പറഞ്ഞ അതേ കാര്യമല്ലേ കഴിഞ്ഞ ദിവസം മീഡിയ വൺകാരൻ പറഞ്ഞത്. മീഡിയ വൺകാരൻ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ. അത് ഇവിടെ ഒരു പരുവത്തിന് എങ്ങും തൊടാതെ സംസാരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിന് ഇതിനെ നിരോധിക്കാത്തത്. ലോകം മൊത്തം ഇവൻ്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ശരീഅത്ത് നിയമമാണ്. ലോകത്ത് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളൊന്നുമില്ല. ലോകം മൊത്തവും ഈ പറയുന്ന മുസ്ലിം രാജ്യമാക്കണം, അതായത് ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട. അല്ലാത്തവനെ എല്ലാം തീർത്തിരിക്കണം, അല്ലാത്തവൻ ഈ ലോകത്തും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും വേണ്ടാന്ന് പറയുന്നവനാ കഴിഞ്ഞ ദിവസം നിഷാന്ത് റാവുത്തറോ. അവൻ പറഞ്ഞത് എന്തുകൂടെ ഈ കോടതിയുടെ ഒരു പേപ്പർ നീയൊക്കെ ഇതും കൊണ്ട് വന്നാൽ അംഗീകരിച്ച് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും ഇവിടെ ഇല്ല, അതൊന്നും അംഗീകരിച്ച് തരത്തില്ല, അതിനുവേണ്ടി അങ്ങനെ ശ്രമിക്കുകയും വേണ്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ആ വർത്തമാന ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഈ ഭാഗ്യലക്ഷ്മി ആളിനെ കൂട്ടുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടുന്നത്, ഇതുപോലെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് 7 കൊല്ലം കൊണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കേസിനകത്ത് പ്രതികളെ വെറുതെ വിട്ടെന്ന് എല്ലാവർക്കും വായിക്കത്തക്കോണം പരസ്യമായിട്ട് നിന്നിടത്ത് ഇത് പറയുന്നത് ഇവരുടെ മുഖത്ത് ആരെങ്കിലും ആസിഡ് ഒഴിക്കുമ്പോഴെന്ന് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞാൽ അവരെ ഈ പറയുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്നവരോ കോടതിയെ സ്നേഹിക്കുന്നവര് നമ്മുടെ സംവിധാനത്തെ സ്നേഹിക്കുന്നവരോ ദേഷ്യത്തിൽ പറഞ്ഞു പോയതായിരിക്കും. അതിന് കുറ്റം പറയാനൊക്കത്തില്ല. പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. വീണ്ടും മീഡിയ ലൈവ് നിൽക്കുന്നതിന് വേണ്ടി പറഞ്ഞതുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇതുപോലെ എന്ന് വെച്ചാൽ അതിൻ്റെ പുറകെ നമ്മൾ ശ്രദ്ധിച്ച് പറയേണ്ടത്, ഞാൻ ഇതുപോലെ ലോകത്ത് ന്യായമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതുവരെ നടത്തിയിരുന്നത് പോലെ അന്യായം നടത്തിയിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദിലീപിൻ്റെ ആൾക്കാർ, ദിലീപിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞു. ഇത് ശരിയാണോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്ത കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ വീണ്ടും ലൈം ലൈറ്റ് നിർത്താൻ, അതായത് ഇവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും റിസ്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും അവരുടെ ഉപജീവന മാർഗം സിനിമയാ, ഡബിങ്ങാ. ഈ 65 വയസ്സ് 67 വയസ്സായി ഈ സമയത്ത് ഇത്രയും റിസ്ക് എടുക്കണമെങ്കിൽ ഇനി എന്തും വേണ്ടി നേട്ടം കാണും എൻ്റെ സാറേ. നമ്മൾ പറയുന്നതൊക്കെയല്ല, നമ്മൾ വിചാരിക്കുന്നത് ചുമ്മാ പറയാ ഭാഗ്യലക്ഷ്മി. അത് മാത്രമല്ല സാർ, ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ പറയണം. കേരളത്തിൽ ഒരു വർഷം 2486 ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ 2486 ബലാത്സംഗ കേസുകളിലും 2486 അതിജീവിതകളുണ്ട്, ഇരകളുണ്ട്. ഈ 2486 ഇരകൾക്ക് വേണ്ടി ഈ ഭാഗ്യലക്ഷ്മിയോ ഈ പറയുന്ന മീഡിയ ഫണ്ടിലെ ആളുകളോ ഈ വാക്കുകൾ കോടതിക്കെതിരെ സംസാരിക്കാനോ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടില്ല, ഇരയ്ക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ വർത്താനം പറയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എൻ്റെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഇടുക്കിയിലെ 2 5 12 വയസ്സുള്ള 2 6 വയസ്സുള്ള വന്ന് ഈ കുഞ്ഞുങ്ങളെ ഏറ്റവും ആദ്യമൊട്ടേ കേസ് അന്വേഷിച്ചു. അതിനകത്ത് പോലീസിനെതിരെ നമ്മളൊക്കെ അല്ലെങ്കിൽ മീഡിയകളൊക്കെ ആക്ഷേപം ഉന്നയിച്ചു. പക്ഷേ DVSP പറഞ്ഞു ഇതിനകത്ത് പീഡനം നടന്നിട്ടുണ്ട്, ഇത് ഇവരുടെ വീട്ടിലെ ആൾക്കാരെ അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യത്തിലെ പീഡനം നടന്ന അവസാനം CBI തെളിയിച്ചു. ഇതിൻ്റെയൊക്കെ പുറകെ പോയാൽ ഇവർക്ക് എന്താ കിട്ടും? ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഭാഗ്യലക്ഷ്മി ഈ അതിജീവിത എന്ന് പറയുന്ന ഒരാളിൻ്റെ പുറകെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നടക്കും. അവർക്കെതിരെ അനീതിയാണ്, കോടതി അനീതിയാണ്, അതുപോലെ തന്നെ ദിലീപിൻ്റെ ആൾക്കാർ അനുയായികളാണ്, ഓരോരോ പ്രസ്ഥാനങ്ങളും.
പിന്നെ നമ്മുടെ പണിക്കര് രഞ്ജിയെ പഠിക്കും. രഞ്ജി പണിക്കര് എന്തോ ഒരു കാര്യം അവർ അനുകൂലമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എന്നാ പറയുന്നതെന്ന് അറിയാം, എനിക്കറിയാം. എന്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് നിൽക്കാൻ പാടില്ല, അവരുടെ നിലപാടുകൾ പറയാൻ പറ്റും. ഭാഗ്യലക്ഷ്മിക്ക് മാത്രമേ നിലപാട് പറയാൻ പറ്റുള്ളൂ. ഇന്ന് വേറൊരു കാര്യം പറയാൻ പറ്റാൻ, ഇന്നലെ നടന്ന ഒരു സംഭവം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അട്ടപ്പാടിയിൽ നാരായൺ വയ്യാർ എന്ന് പറയുന്ന ഒരാളിനെ ആൾക്കൂട്ടം അടിച്ചു കൊന്ന്, അയാൾ ചോര ഛർദ്ദിച്ചു, തലയെല്ല് പൊട്ടിച്ചു, മരിച്ചു. പോലീസ് വന്നത് 4 മണിക്കൂർ വൈകി. പോകുന്ന വഴിക്ക് പുതുശ്ശേരി എന്ന് പറയുന്ന പാലക്കാട്ട് അട്ടപ്പാടിക്കടുത്തുള്ള പുതുശ്ശേരി എന്നുള്ള സ്ഥലത്ത് വെച്ച് അയാളുടെ ജീവൻ പോയി. വേദനയില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം പോയി. ഭാഗ്യലക്ഷ്മി അറിഞ്ഞിട്ടുണ്ടോ? ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഈ താരങ്ങളുടെ തിളക്കമുള്ള ടിൻസൽ വേർഡ് എന്ന് നമ്മൾ തിളക്കമുള്ള ലോകത്ത് അഭിരമിക്കുന്ന ആൾക്കാരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. അപ്പം താരപരിവേഷമൊന്നുമല്ല. ഇപ്പം സാറ് പറഞ്ഞതുപോലെ താരപരിവേഷമൊന്നുമല്ല. ഇപ്പം അവർ സിനിമാ സ്റ്റാർ ആയതുകൊണ്ടുള്ള പരിവേഷമുണ്ട്. സിനിമാ സ്റ്റാറുകളുടെ അല്ലെങ്കിൽ വിഷയങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റ് പല വിഷയങ്ങളൊന്നും ഭാഗ്യലക്ഷ്മി ഏറ്റെടുക്കുന്നില്ല. ഭാഗ്യലക്ഷ്മി ഇത് ഏറ്റെടുക്കുന്നതിനകത്ത് കാര്യമുണ്ട്. ഈ വിഷയത്തിന്റെ പുറകിലുള്ള കാര്യം തന്നെയാണ്. ഈ വിഷയം ആദ്യം തൊട്ട് ഈ കേസ്, ഇത്തരത്തിലൊരു കേസ് വന്നു, അത് പരിശോധിക്കുമ്പം ഇവന്റെ ഫോൾഡർ പരിശോധിക്കുമ്പോൾ, ഇവന്റെ രീതി പരിശോധിക്കുമ്പോൾ ഇവൻ സ്ഥിരമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ പല നടികൾക്ക് ഈ അനുഭവം പറ്റിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സംസാരമുണ്ട്. ഇത് വന്നു ഈ അതിജീവിത എന്ന് പറയുന്ന ആള് ഇത് കഴിഞ്ഞിട്ട് കൂളായിട്ട് ഓടി അവിടെ ചെന്ന് ഇന്ന പോലെ വീട്ടിൽ പോകാൻ നേരം ഇത് ഓപ്പറേറ്റ് ചെയ്ത, ഇത് വെച്ചൊരു ഓപ്പറേഷൻ. ഇതിനകത്ത് ഈ ഓപ്പറേഷനകത്ത് നമുക്കൊരാളെ പിടിച്ചിടാം. അയാളെ പിടിച്ചിട്ടാൽ അയാളെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഒരവസരം നോക്കി ഇരിക്കുകയായിരുന്നല്ലോ. എന്നാൽ ഓക്കെ അല്ലേ, എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ 8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഓക്കെ അല്ലാതായി. വീണ്ടും ഇതിൻ്റെ പുറകെ നിൽക്കുന്നു. പുറകെ നിൽക്കുന്നതിന് വേണ്ട ഗുണമുണ്ട്. അല്ലാതെ അതിനകത്ത് സാറ് പറഞ്ഞതുപോലെ അതിനകത്ത് തെറ്റ് പറ്റിയാൻ തിരുത്തും. അല്ലാതെ ന്യായത്തിൻ്റെ പുറകിൽ അല്ലെ സെലിബ്രിറ്റിക്ക് വന്ന വിഷയത്തിൻ്റെ പുറകിലൊന്നും നിൽക്കുന്നതും കരയുന്നതുമായിട്ടുള്ള ഭാഗ്യലക്ഷ്മി അല്ല. ഭാഗ്യലക്ഷ്മി അങ്ങനെ കരയുന്നതോ ആരും അവരുടെ പുറകോട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ കരച്ചിൽ വരുന്ന ആളുമൊന്നും ചാനലിൽ കരയുന്ന അഭിനയമാണ്. അഭിനയമാണ്. അല്ലെങ്കിൽ കരയുന്ന സാരി ഉടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സാരി കൊടുക്കാൻ പറ്റുന്നില്ല. പട്ട് സാരി ഉടുത്ത് കല്യാണത്തിന് പോകാൻ പറ്റും. എന്തായാലും ഇപ്പൊ ബബ്ബ ആയിരിക്കുകയാണ്. ബബ്ബയും കൂടെ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ അവര് പറയുന്നതെല്ലാം ശരി. അവരുടെ കൂടെ നിന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പം, അവരോട് ചോദിക്കുമ്പം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുമ്പം, ഈ നമ്മുടെ ധന്യ ചോദിച്ചതുപോലെ ഇത്രയും ബലാത്സംഗങ്ങൾ നടക്കുന്നു, ഇത്രയും അതിജീവിതന്മാരുണ്ട്. അവരുടെ ഒരു കാര്യത്തിനകത്തും കുഞ്ഞുങ്ങളുടെ വാളയാറ് പോലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പറയാൻ ഇവരില്ല. ഈ കാര്യത്തിനകത്ത് മാത്രം ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, സാരി ഉടുക്കാൻ കഴിയുന്നില്ല, പല്ല് തേക്കാൻ കഴിയുന്നില്ല, കക്കൂസി പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പം ഇതിനകത്ത് അത് കഴിയത്തില്ല. അങ്ങനെ നിന്നാലേ ഈ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും വരത്തുള്ളൂ. അതിനകത്ത് വേറെ അജണ്ട ഇത് തന്നെ. ഒരു മാഫിയയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, ആ ജോലി കൃത്യമാക്കി പോകുന്നു. ഇപ്പം ഇവര് ശരിയല്ല, ഇവര് പ്രവർത്തിക്കുന്നത് ഇന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇവര് പറയുന്നതിനകത്ത് ശരികേടുണ്ടെന്ന് 3-4 ദിവസം കഴിയുമ്പോൾ ആൾക്കാർ വ്യക്തത വരുത്തി നോക്കുമല്ലോ. നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പുറത്ത് ആസിഡ് ഒഴിക്കാൻ, ഇതിൻ്റെയൊക്കെ ഈ 67-ൻ്റെ ഒക്കെ പുറത്ത് ആസിഡ് ഒഴിക്കാൻ ആര് മെനക്കെട്ടിറങ്ങാനാണ്? ഞാൻ തമാശ ചോദിച്ചാൽ ചുമ്മാ ലൈം ലൈറ്റിൽ വരാൻ വേണ്ടി പറയുന്നതാ. ആരും ഫോൺ വിളിച്ചില്ല. ഫോൺ നമ്പർ നോക്കുമ്പോൾ അത് കിട്ടാത്തടത്തുനിന്നാ വരുന്നതെന്നാ. അമേരിക്ക, ലണ്ടൻ, ഖുറേഷ്യ മറ്റിടത്തു നിന്നൊക്കെയാ വരുന്നത് പറയും. എനിക്കറിയില്ല. ഇതിനകത്ത് കാര്യമുള്ളൂ. ഇത് ഏറ്റെടുക്കാൻ മാധ്യമങ്ങളുണ്ടല്ലോ. അപ്പൊ ഇവര് പറയും എന്റെ പുറത്ത് ആസിഡ് ഒഴിക്കാൻ. അപ്പോഴത്തേന് റിപ്പോർട്ടർമാരോട് വരുന്നു, എന്തോ ചോദിച്ചു, ആസിഡ് എങ്ങനെ ഇരിക്കുകയാണോ, വെളുത്തിരിക്കുകയാണോ, കറുത്തിരിക്കുകയാണോ? അപ്പോഴത്തേന് ഏഷ്യാനെറ്റ് വരും, പിന്നെ മീഡിയ കൊണ്ടുകാരും വരും. അപ്പൊ ആസിഡിനെ പറ്റി ഒരു ചർച്ച. അതിനുശേഷം ഇത് ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഭാഗ്യലക്ഷ്മി ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇരിക്കും. അതെ അതെ, ആ ഭാഗ്യലക്ഷ്മി ആസിഡിന് മുമ്പ്, ആസിഡിന് പിൻപ് എന്നൊക്കെ പറഞ്ഞ് ഒരാഴ്ച കൊണ്ടു നടക്കാമല്ലോ. പ്രായമായി കഴിയുമ്പോൾ ലൈം ലൈറ്റ് നീക്കാൻ ചില സ്ത്രീകൾ പലതും ചെയ്യും. ഇപ്പൊ നമ്മുടെ മാധവിക്കുട്ടി എന്ന് പറയുന്ന ആൾ മതമൊന്നും മാറി ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി പർദ്ദയൊക്കെ ഇങ്ങോട്ട് കൃഷ്ണന്റെ ഒരു വിഗ്രഹം കക്ഷത്തിലും വെച്ചു പോയി എന്ന് പറയുന്ന പോലെ ഈ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി അതിജീവിതം അങ്ങ് പിടികൂടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് ജനുവരി 1 വരുമ്പോഴേ കോർട്ടലക്ഷ്യ കേസ് വരുമ്പോഴേ, അല്ല കോർട്ടലക്ഷ്യ ഇന്നലെ എടുത്തു സാർ, ജനുവരി 1 വീണ്ടും മാറ്റിയുള്ളൂ. അന്ന് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ജനുവരി 1 ഒരു പുതുവത്സര സമ്മാനം മിക്കവാറും കോടതി കൊടുക്കുമെന്ന് എനിക്ക്. അല്ല അതിപ്പോ ഇന്നലെ കോടതിയില് ഇദ്ദേഹം ചെന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ ഉണ്ട്, അവര് തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഉണ്ട്. പിന്നെ എല്ലാം ക്യൂ ആയിട്ട് വരുന്നുണ്ട്. വിടത്തൊന്നുമില്ല, അങ്ങനെ വിട്ടിട്ട് പോകുന്ന പരിപാടിയൊന്നുമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊടുത്തിട്ടുണ്ടോ? കാരണം പ്രശാന്ത്, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. യു ആർ നോട്ട് ഓക്കെ, ഐ ആം ഓക്കെ എന്നുള്ള ചിന്ത എങ്ങനെ ഉണ്ടാവുന്നതെന്നറിയോ? അത് നമ്മുടെ മാനസിക നില തെറ്റുമ്പോൾ ഉണ്ടാവുന്നൊരു ചിന്തയാണ്.
ആ ചിന്തയാണ്. ഞാൻ പറയുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം തെറ്റ്. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാനേ തയ്യാറാകുന്നല്ലവരെ. രഞ്ജിത്ത് പണിക്കർ പറയുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഒന്നാം തരമായിട്ട് അനലൈസ് ചെയ്ത് പറയുന്നു. രഞ്ജിത്ത് ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് ഞാനിതിനകത്ത് എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ, പറയുന്നതിനകത്തൊരു മര്യാദയുണ്ട്, പറയുന്നത് നമ്മുടെ ചാനലിൽ നിന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ട്. ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് സാറ് അധികാരമായിട്ട് സാറിന് മനസ്സിലാവും, അല്ലാതെ മനസ്സിലായില്ല. അല്ലാതെ രഞ്ജിത്തും ഈ ദിലീപും മോഹൻലാലും മമ്മൂട്ടിയും ഇങ്ങനെയൊക്കെയുള്ള ആളിനെ കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. അവരുടെ ആ ഒരു കുഴപ്പം അവരുടെ കുഴപ്പമല്ലത്, അവരുടെ മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ചില അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞല്ലോ. അത് അവരറിയാതെ സംഭവിച്ചു പോകുന്നു. അവരറിയാതെ അവർക്കിടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നം അവർക്ക് ഒരിക്കലും അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും അത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദിലീപിനെ കാണുമ്പോൾ ദേഷ്യം വരും, ഈ രഞ്ജിത്ത് പണിക്കറിനെ കാണുമ്പോൾ ദേഷ്യം വരും, മോഹൻലാലിനെ കാണുമ്പോൾ ദേഷ്യം വരും, അതുപോലെ നല്ല നല്ല പുരുഷന്മാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും. എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ പിന്നെ പരാതി എങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. ശരി, കാണാം.